സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിൽ പുത്തൻ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം മേൽക്കൈ നേടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനെയും സീനിയർ നേതാവ് ചെന്നിത്തലയും മറികടന്നാണ് KC നേട്ടം കൊയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരും വേണുഗോപാലിനോട് ചേർന്നാണ് നിൽപ്പെന്ന് പറയപ്പെടുന്നു. സ്ഥാനാർത്ഥി ചർച്ചകളിൽ അതുകൊണ്ട് ഇവർക്കും നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതുവരെ നടന്ന ചർച്ചകൾ KC വേണുഗോപാലും VD സതീശനുമാണ് നയിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒരു കാഴ്ചക്കാരന്റെ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ചിലർ കളിയാക്കുന്നത്. KCയുടെയും സതീശന്റെയും ഈ മേൽക്കൈയാണ് K സുധാകരനെ ക്ഷുഭിതനാക്കിയതെന്ന് പറയപ്പെടുന്നു. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും തങ്ങളുടെ നേതാക്കളെ ഉൾപ്പെടുത്തുന്നതിന് KC വിഭാഗത്തിന് സ്വാധീനിച്ചെന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം കണ്ടാണ് ഈ നീക്കം. തികഞ്ഞ ധാർഷ്ട്യത്തോടെയായിരുന്നു KC പക്ഷം ചർച്ചകളിൽ ഇടപെട്ടതെന്നാണ് ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത്. CPM-ൽ നടപ്പായിട്ടുള്ള വെട്ടിനിരുത്തലിന് സമാനമാണ് കോൺഗ്രസിലും നടക്കുന്നതെന്നാണ് ചിലർ ആരോപിക്കുന്നത്. ഇതാണ് ചർച്ച നീണ്ടുപോകാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ചെന്നിത്തലയ്ക്ക് സ്വന്തം സീറ്റ് സംരക്ഷിക്കാൻ ഉറപ്പുണ്ടെങ്കിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നിസ്സഹായ അവസ്ഥയാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപത്തിൽ പഴയ A ഗ്രൂപ്പിന്റെ സ്വാധീനം ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. PC വിശ്വനാഥും ഷാഫി പറമ്പിലും A ഗ്രൂപ്പിൽ പെട്ടവരാണ്. എന്നാൽ ഇപ്പോഴവർ A ഗ്രൂപ്പാണോ KC ഗ്രൂപ്പാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ലിസ്റ്റിനുള്ളിൽ കയറിയ പലരുടെയും നില ഇതാണ്. A ഗ്രൂപ്പിനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. എന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന തീരുമാനത്തിൽ നിർണായകമാകാനാണ് A ഗ്രൂപ്പിന്റെ ശ്രമം. A ഗ്രൂപ്പ് ഇപ്പോൾ ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആരൊക്കെ കൂടെ കാണുമെന്ന് ഗ്രൂപ്പ് നേതൃത്വത്തിന് ഒരു പിടിയുമില്ല. ഭൂരിപക്ഷവും വിഷ്ണുനാഥിനോടും ഷാഫിയോടും ചേർന്ന് നിൽക്കാനാണ് ഇട. അവരുടെ നിലപാടായിരിക്കും തീരുമാനങ്ങളെ സ്വാധീനിക്കുക. അവസാന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നു. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, K സുധാകരൻ എന്നിവർ പങ്കെടുത്തിരുന്നില്ല. KCയുടെ അപ്രമാദിത്വമാണ് ശശി തരൂരിനെ അകറ്റി നിർത്തുന്നതെന്നാണ് പലരും കരുതുന്നത്. അനൗപചാരിക ചർച്ചകൾ ഒരു ഘട്ടത്തിൽ വേണുഗോപാലിന്റെ ഔദ്യോഗിക വസതിയിലാണ് നടന്നത്. ചില നേതാക്കളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈ നടപടിയെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതെ ചെന്നിത്തല പലപ്പോഴും ഒഴിഞ്ഞുമാറിയെങ്കിലും VD സതീശൻ അതിന് തയ്യാറായിട്ടില്ലെന്നാണ് അറിയുന്നത്. KCയുടെ കടുംപിടുത്തം തുറന്നതോടെ തൻ്റെ വിശ്വസ്തരെ മാത്രം സംരക്ഷിക്കുക എന്ന നിലയിലേക്ക് ചെന്നിത്തല ചുരുങ്ങുന്നുവെന്നാണ് പലരുടെയും ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ DCCകൾ സമർപ്പിച്ച പട്ടികയ്ക്ക് പ്രാധാന്യം ലഭിച്ചിട്ടില്ല. OBCയുടെയും വനിതകളുടെയും പ്രാതിനിധ്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ലെന്നാണ് അറിയുന്നത്. OBC വിഭാഗത്തിലുള്ള 18 പേരുടെ പട്ടിക ശിവഗിരി മഠം രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇവരാരും മഠത്തിന്റെ നോമിനികളല്ലെന്നും ചില സന്യാസിമാരുടെ സ്വാർത്ഥ നോമിനികളാണെന്നുമാണ് ഒടുവിൽ പുറത്തുവന്ന വിവരം. ഈ ലിസ്റ്റിന് കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴറിയുന്നത്. ചെന്നിത്തലയും കൂടി പിന്നോക്കം വലിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ VDയും KCയും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത്. രാജ്യസഭാ അംഗത്വത്തിന്റെയും സംഘടനയിലെ സ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ VD സതീശൻ KC വേണുഗോപാലിന് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ അത് മണ്ടത്തരമായി പോയെന്നാണ് VD സതീശൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ KCയുടെ ധാർഷ്ട്യത്തോട് ഏറ്റുമുട്ടാൻ സതീശൻ മാത്രമേ ഉള്ളൂ. മറുഭാഗത്ത് ഒരു വിഭാഗം തന്നെ ഉണ്ട്. എന്നാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണത്രേ സതീശൻ. VDയും KCയും സമരപ്പെടാത്തതാണ് സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകാൻ ഇടയാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പലരും ക്ഷുഭിതരാണ് താനും. എന്നാൽ ഇനിയും അധികം നീട്ടാൻ കഴിയില്ലെന്നുള്ളതാണ് പലരെയും ആശ്വസിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.